ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ഓണപ്പരീക്ഷ മോഡൽ ചോദ്യപേപ്പറാണ്. ഗണിതമാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇംഗ്ലീഷ് മീഡിയംകാരുടെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. മാത്സിൻ്റെ മാത്രമല്ല മറ്റെല്ലാ സബ്ജക്ട്സിൻ്റെയും മോഡൽ ചോദ്യപേപ്പറുകൾ ഉത്തരങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ക്ലാസ്സിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ എക്സാംസിൻ്റെ മോഡൽ ചോദ്യപേപ്പറുകളും എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ സെർച്ച് ചെയ്താൽ ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ഓണപ്പരീക്ഷ ഗണിതമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് കുട്ടിയുടെ പേര്, വിദ്യാലയത്തിൻ്റെ പേര്, ഡിവിഷൻ എല്ലാം എഴുതാൻ. ഇതെല്ലാം നിങ്ങൾക്ക് ടീച്ചർ ഗൈഡ് ചെയ്യും, ടീച്ചർ പറയും, അതുപോലെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എണ്ണാം എഴുതാമെന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ചിത്രത്തിൽ ഈ രൂപങ്ങളെല്ലാം ഉണ്ട്. ഈ രൂപങ്ങളൊക്കെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഈ ചിത്രത്തിൽ നിന്ന് എണ്ണി എഴുതിയാൽ മാത്രം മതി കേട്ടോ. ആദ്യത്തെ ചിത്രം കണ്ടല്ലോ, ഒരു ചതുരമാണ്, ത്രികോണം, വൃത്തം. ചതുരം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂതാ. ഞാൻ എണ്ണിത്തരില്ല, നിങ്ങൾ തന്നെ എണ്ണണം കേട്ടോ. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുക, ഇതിന് ശേഷം ഈ ബോക്സിൽ എഴുതുക. ത്രികോണം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുക, ഈ ബോക്സിൽ എഴുതുക. വൃത്തം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ, എന്നിട്ട് ഇവിടെ എഴുതുക കേട്ടോ. അപ്പം നിങ്ങൾ എഴുതുക. ആൻസർ ഞാൻ പറയാം. ആദ്യത്തെ ചതുരം 10 എണ്ണം, ത്രികോണം 7 എണ്ണം, വൃത്തം 7. എല്ലാവർക്കും ഇത് തന്നെയാണോ കിട്ടിയത് എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അടുത്തത് തുടർന്ന് വരുന്നത് വരച്ച് ചേർക്കൂ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഷേപ്പ് കണ്ടോ, ഇതിൽ ഈ ഷേപ്പുകളല്ലാണ്ട് ഇത് എങ്ങനെ വരയ്ക്കാമെന്നാണ്. ഇതേ രൂപം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വരയ്ക്കണം. ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. അടുത്തത് ഏത് എന്നുള്ളതാണ്. 1, 2, 3, ഈ 4ാമത്തെ ബോക്സിൽ ഈ താഴെ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണ് വരിക എന്നുള്ളതാണ്. ABCDയിൽ ഒരു ഉത്തരമുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അത് ആണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് പ്രവർത്തനം 2 മൃഗശാലയിൽ എന്നുള്ളതാണ്. മൃഗശാല സന്ദർശിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്ത പ്രവേശന ടിക്കറ്റിലെ നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. അപ്പോൾ ബസ് 1 438 മുതൽ 490 വരെ നമ്പറുകളാണ് ടിക്കറ്റിൽ. ബസ് 2 500 മുതൽ 553 വരെ. ബസ് 3 599 മുതൽ 608 വരെ. ചോദ്യം, ബസ് 1 വന്ന കുട്ടികളുടെ എണ്ണം ചുവടെ കൊടുത്തവയിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാ അറിയോ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി ബി ചോദ്യം, ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ബസ്സിലും വന്ന കുട്ടികളുടെ എണ്ണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ആദ്യത്തെ ബസ്സിൽ 53, പിന്നെ 54, 10. ബസ് 2ലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നത്, 54. 3 ബസ്സിലുമായി വന്ന കുട്ടികളുടെ എണ്ണം എത്ര എന്ന് കാണാൻ നമ്മൾ ഈ 53, 54, 10 കൂടി കൂട്ടി നോക്കുക. 117 ആണ് നമുക്ക് ഉത്തരം വരിക. അടുത്തത് പ്രവർത്തനം 3A ആണ്. പ്രവർത്തനം 3 A ഓർ ബി ചോദ്യമുണ്ട് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതിയാവും. ഞാനിവിടെ 2നും ഉത്തരം തരുന്നുണ്ട്. പ്രവർത്തനം 3A 1000. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ചേട്ടന് മാസം 1000 രൂപയാണ് കൊടുക്കേണ്ടത്. ഓരോ കുട്ടിയും കൊടുത്ത നോട്ടുകളുടെ എണ്ണം 5 ആണ്. എല്ലാവരും 5 നോട്ട് വീതമാണ് കൊടുത്തത്. പക്ഷെ അത് കൂട്ടിയാൽ നമുക്ക് 1000 തന്നെയാണ് കിട്ടുക. ചില നോട്ടുകളുടെ വില എഴുതിയിട്ടുണ്ട്, ബാക്കി നോട്ടുകളുടെ വില എഴുതി ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതി ചേർക്കാം, പക്ഷെ എല്ലാം കൂടി കൂട്ടുമ്പോൾ 1000 വരണം കേട്ടോ. അപ്പോൾ ആദ്യം ഇഷാൻ ഒരു 200 രൂപ, പിന്നെ 200, 200, 200, 200, എല്ലാം 200 രൂപകളാണ്. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 1000 തന്നെ വരും. റിയ 500 ആണ്, പിന്നെ 200, പിന്നെ എല്ലാം 100 ആണ് കേട്ടോ. ഐവാൻ ആദ്യം 100, 500, 200, 100, 100. അപ്പം ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് മാറ്റി എഴുതാവുന്നതാണ്. പക്ഷെ നമുക്കുള്ള നോട്ടുകളെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമുക്കറിയാം 100ൻ്റെ കറൻസി ഉണ്ട്, 50ൻ്റെ ഉണ്ട്, പിന്നെ 200ൻ്റെ ഉണ്ട്, 500ൻ്റെ ഉണ്ട്. ഇത്ര കറൻസിയേ ഉള്ളൂ. പിന്നെ ഉള്ളത് 10, 20 ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എഴുതാം. 5 നോട്ടേ പാടുള്ളൂ. അതാണ് ഇതിലൊരു കണ്ടീഷൻ. അടുത്തത് ബി, മിഷ കൊണ്ടുവന്നത് 500ൻ്റെ ഒരു നോട്ടും പിന്നെ 10ൻ്റെ നോട്ടുകളുമാണ്. അവൾ കൊണ്ടുവന്ന നോട്ടുകളുടെ ആകെ എണ്ണത്തിന് ടിക്ക് കൊടുക്കണം, 51. സി ചോദ്യം, ഒരു പെട്ടിയിൽ 5, 10, 20, 50 എന്നീ നോട്ടുകൾ 2 വീതമുണ്ട്. ഇതിൽ നിന്നും 3 നോട്ടുകൾ എടുത്ത് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ തുക എത്ര എന്നാണ്. 5 + 5 + 10 20 ആണ് കേട്ടോ.
അടുത്തത് പ്രവർത്തനം 3B കാർഡ് കളിയാണ്. താഴെ നോക്കൂ, നിങ്ങൾക്ക് കുറേ കാർഡുകൾ തന്നിട്ടുണ്ട്. 100, 110, 200, 150, 250, 140, 165, 200, 100, 350, 165 എന്നിങ്ങനെ ആ കാർഡിൽ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. മനുവും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണ്. ഒരാൾക്ക് 3 കാർഡ് വീതം എടുക്കാം. കണ്ണടച്ചാണ് കാർഡ് എടുക്കേണ്ടത്. ഒരാൾ എടുക്കുന്ന 3 കാർഡുകളിലെ സംഖ്യകൾ കൂട്ടുന്നതാണ് അയാൾക്ക് കിട്ടുന്ന പോയിന്റ് പട്ടിക പൂർത്തിയാക്കൂ എന്നുള്ളതാണ്. അപ്പം മനു 200, 110, 165 എന്ന 3 കാർഡുകൾ എടുത്തു. അപ്പം നമ്മൾ ഇത് കൂട്ടി നോക്കുക. 200ഉം 110ഉം 165ഉം കൂട്ടുമ്പോൾ 475 നമുക്ക് കിട്ടും. അടുത്ത സാം ആണ്. 100, 150, 110 അപ്പോഴേ 360 ലഭിക്കുള്ളൂ. അനയ 100, 200, 140 അപ്പം 440 ലഭിക്കും. അടുത്ത ബി ചോദ്യം, ഫൈൻഡ് 4 നമ്പർ കാർഡ്സ് ടു ഗെറ്റ് ദ സം 1000 ആണ്. 4 നമ്പർ കാർഡുകൾ ചൂസ് ചെയ്യുക. നമുക്ക് 1000 ആണ് ആൻസർ കിട്ടേണ്ടത്. 200, 200, 350, 250 അപ്പം നമുക്ക് 1000 ഉത്തരം ലഭിക്കും. ഇനി പ്രവർത്തനം 4 വിനോദയാത്രയാണ്. വിനോദയാത്രയ്ക്ക് ഓരോ കുട്ടിയും 625 രൂപയാണ് നൽകേണ്ടത്. മനുവും കൂട്ടുകാരും 625 രൂപ കൊടുത്തത് വ്യത്യസ്ത രീതികളിലാണ്. മനുവിൻ്റെ കൂട്ടുകാർ കൊടുത്ത നോട്ടുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 625 രൂപേനെ പല രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ആദ്യം തന്നെ 600 രൂപ, 25 1 രൂപ, അപ്പോൾ 625 ലഭിക്കും. അടുത്തത് 625 1 രൂപ, അങ്ങനെയും എഴുതാം. പിന്നെ 600 രൂപ, 2 10 രൂപ, 5 1 രൂപ അവർ തന്നിട്ടുണ്ട്. അത് കൂടാതെ 5 100 രൂപ, 12 10 രൂപ, 5 1 രൂപ, അങ്ങനെയും എഴുതാം. 600 രൂപ, 2 10 രൂപ, 5 1 രൂപ. അടുത്തത് 62 100 രൂപ, 5 1 രൂപ. ഇത്രയും വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് 625 രൂപേനെ എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 5A എണ്ണം കണ്ടെത്താമെന്നാണ് കേട്ടോ. ഒരു പഞ്ചായത്തിലെ 2 സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിലുള്ളത്. ഓരോ സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ആകെ കാണണം അല്ലേ. ഇപ്പോൾ സ്കൂൾ 1 110, 121, 123, 100 ആണ്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നോക്കൂ, നിങ്ങൾക്ക് അറിയോ ഇത് കൂട്ടാൻ? ഇതിങ്ങനെ 3 + 1 4 എഴുതുക. അതുപോലെ 2 + 2 4, 4 + 1 5. നിങ്ങൾക്ക് എങ്ങനെയാണോ കൂട്ടാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെ എഴുതാം കേട്ടോ. 1 + 1 2, 2 + 1 3, 3 + 1 4, 454 ഇങ്ങനെ എഴുതാവുന്നതാണ്. സ്കൂൾ 2ലത്തെ നിങ്ങൾ അതേപോലെ കൂട്ടുക. 9 + 1 10. അപ്പം നമുക്കൊരു ശിഷ്ടം എന്താ ഇവിടെ കയറും. 3 1 4, 4 1 5, 5 1 ഈ ശിഷ്ടം 6, 1 2 3 4, 460. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ബി ചോദ്യം, രണ്ടാമത്തെ സ്കൂളിൽ നിന്നും കുറേ കുട്ടികൾ ഒന്നാമത്തെ സ്കൂളിൽ ചേർന്നപ്പോൾ 2 സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം തുല്യമായി. എത്ര കുട്ടികളാണ് സ്കൂൾ മാറിയത്? ശരി ഉത്തരത്തിൽ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് കുട്ടികളാണ് കേട്ടോ, 6 അല്ല. അതായത് ഈ 460-ൽ നിന്ന് 3 കുട്ടികൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 457 ആകും. ഇവിടെയും 457 ആകും. അപ്പം 3 കുട്ടികളാണ്, 6 അല്ല കേട്ടോ, 3 ആണ്. പ്രവർത്തനം 5B പഴക്കടയാണ്. മനുവിൻ്റെ അച്ഛന് ടൗണിൽ 2 പഴക്കടകൾ ഉണ്ട്. ഓണക്കച്ചവടത്തിന് ഈ കടകളിൽ നടന്ന നേന്ത്രപ്പഴ വിൽപ്പനയുടെ വിവരം നൽകിയിരിക്കുന്നു. കട 1-ൽ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം. കട 2-ലും അതേപോലെ 3 ദിവസം വിറ്റത് കൊടുത്തിട്ടുണ്ട്. 2 കടകളിലെയും വിൽപ്പന ചേർത്ത് ഓരോ ദിവസത്തെയും മൊത്ത വിൽപ്പന കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം ദിവസം 387 ആണ്, 2-ാം ദിവസം 392, 4-ാം ദിവസം 425. അപ്പം അതൊന്ന് എഴുതുക. ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് 3-ാം ദിവസമാണ്. 3 ദിവസങ്ങളിലായി 1-ാമത്തെ കടയിൽ എത്ര കിലോഗ്രാം നേന്ത്രപ്പഴം വിറ്റു? ശരി ഉത്തരത്തിൽ ടിക്ക് ചെയ്താൽ മതി. 597 ആണ്. അടുത്ത സി ചോദ്യം, 3 ദിവസങ്ങളിലെ വിൽപ്പന കണക്കാക്കുമ്പോൾ ഏതു കടയിലാണ് കൂടുതൽ നേന്ത്രപ്പഴം വിറ്റത്? അപ്പോൾ അത് നോക്കുമ്പോൾ 607, കട 2 കേട്ടോ, 2-ാമത്തെ കടയിലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.